പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു വീഡിയോ ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരവസരം കിട്ടിയപ്പോൾ കിഴക്ക് ഭാഗത്തു നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഏകദേശം 6:30 7 മണിക്കുള്ളിലായിട്ടുള്ള കരിപ്പോളിൽ നിന്നുള്ള കാഴ്ചയാണ്. അത് ഏകദേശം പുത്തനത്താണി വരെയുള്ള കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ 6 വരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കരിപ്പോൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല കരിങ്കല്ല് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. കരിങ്കൽ കോറി പോലെ നിലനിന്നിരുന്ന ആ പാറകളെല്ലാം പൊട്ടിച്ച് 6 വരിപ്പാത അതിലൂടെ കടന്നു പോകണം. അവിടെ താഴ്ത്തി കൊണ്ടുവരേണ്ടതുണ്ട്. കാര്യം കരിപ്പോൾ നല്ലൊരു പാലം വരുന്നുണ്ട്. അപ്പോൾ പാലമായതുകൊണ്ട് തന്നെ അത്തരം ഭാഗം താഴ്ത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ താഴ്ത്തുന്ന ഭാഗത്ത് നല്ലൊരു ശതമാനം ഭാഗത്തും ശക്തമായ പാറകളുണ്ട്. അതൊക്കെ വിവിധങ്ങളായ മെഷീൻ്റെ സഹായത്തോടു കൂടെ തന്നെ അതൊക്കെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിപ്പോൾ പാലത്തിൻ്റെ, അതായത് വളാഞ്ചേരി ഭാഗത്തേക്ക് പാലം പുത്തനത്താണി ഭാഗത്തു നിന്ന് കടന്നു വരുമ്പോൾ പാലം കഴിഞ്ഞ ഉടനെ കാണുന്ന അതിൻ്റെ സൈഡ് ഭാഗത്ത് വന്ന ചില ഡാമേജുകളാണ്. ആ ഡാമേജുകൾ പരിഹരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് അവിടെ നിങ്ങൾ നേരത്തെ കണ്ടത്. ഇങ്ങനെ ഈ റോഡ് അങ്ങനെ കഞ്ഞിപ്പര ഭാഗത്തേക്ക് പോകുന്ന ഒരൽപ്പം കാഴ്ചകളാണ്. അവിടെ നിന്ന് വന്ന് നമ്മൾ പണം നൽകാനുള്ള ടോൾ പിരിവിൻ്റെ ഏരിയകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. വളരെ ദ്രുതഗതിയിലാണ് ഇപ്പോൾ 6 വരിപ്പാതയുടെ പ്രവർത്തനം നടന്നു കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് ഉള്ള ചില ക്ലാരിറ്റി കുറവ് ഒരുപക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മുന്നോട്ട് വരികയാണ്. ടോൾ പിരിവിൻ്റെ ഏരിയ കവർ ചെയ്ത് വെട്ടിച്ചിറ ടൗണും കവർ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഗുൽമിനാറിൻ്റെ ഭാഗത്തെത്തും. ആ പരിസരത്ത് നിന്നുള്ള കാഴ്ചകളാണ്. ഈ ഗുൽമിനാറിൻ്റെ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ ഗുൽമിനാറിൻ്റെ കാഴ്ചകൾ ഒരു പ്രത്യേകത തന്നെയാണ്. അതിനെ എടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ആ പരിസരത്തുള്ള കാഴ്ചകൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഹോസ്പിറ്റലും പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അവിടം വരെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരു സൈഡിലുമായിട്ടുള്ള ഇരു ലൈനുകളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല അതിനൊക്കെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ഡിവൈഡറിന് പെയിൻറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ധാരാളമായിട്ട് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലുള്ള യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാവിയിൽ ഈ റോഡിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് എത്ര വേഗതയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സാധിക്കും എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ ഇനി ഒരൽപ്പം മുന്നോട്ട് പോയ ചുങ്കം ഭാഗത്തേക്കൊക്കെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒളിച്ചിട്ടില്ല. കാര്യം ഡ്രോൺ വീഡിയോയിലൂടെ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ. രാവിലെ ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധപ്പെട്ടപ്പോൾ അതിമനോഹരമായി തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാഴ്ചകളായിട്ട് കടന്നു വന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകും എന്നെനിക്കറിയില്ല. എങ്കിലും ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണത്തിലൂടെ തുടർന്നുള്ള വീഡിയോ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. തുടക്കഘട്ടങ്ങളിൽ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കഘട്ടങ്ങളിലൊക്കെ ധാരാളം വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ കൂടുതലും ഡ്രോൺ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ആകാശ കാഴ്ചകളാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വീഡിയോകളൊന്നും കൂടുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നും കൂടി മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തനത്താണിയുടെ അടുത്തെത്തി തുടങ്ങിയ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. ദൂരെയായിട്ട് നിങ്ങളൊരു ബോർഡ് കാണുന്നുണ്ടാകും. അതായത് ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇവിടെ ടോൾ കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.